വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്റ്റുഡൻസ് വെയിറ്റ് ചെയ്തിരുന്ന LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിന്റെ മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. LBS വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം നമുക്കൊരു ലിങ്ക് ഉണ്ട്, അഡ്മിഷൻ ടു ഡിപ്ലോമ കോഴ്സസ്, അതായത് DPharm, ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് അതർ പാരാമെഡിക്കൽ കോഴ്സസ്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അവിടെ കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഉണ്ടാകും, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ യൂസർ നെയിം, പാസ്വേഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കി എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ സൈറ്റിൽ ചോദിക്കുന്നത് ആ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻ റാങ്ക് ലിസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഈ മെയിൻ റാങ്ക് ലിസ്റ്റ് വന്നതിന് വഴി നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ചില കുട്ടികൾക്ക് മാർക്ക് പെർസെൻറ്റേജ് കുറഞ്ഞു കാണിക്കാം, നിങ്ങളുടെ ഫുൾ പെർസെൻറ്റേജ് മാർക്ക് നോക്കിയതിൽ തെറ്റുണ്ടാകാം, അങ്ങനെയുള്ള എന്തെങ്കിലും പരാതികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ LBSTVPM@gmail.com എന്ന മെയിലിലേക്ക് നിങ്ങളൊരു സബ്ജക്റ്റ് കറക്റ്റ് ആയിട്ട് എഴുതി നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ നെയിമും കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നിങ്ങൾക്ക് എന്താണോ തിരുത്തേണ്ടത്, അതുപോലെ എങ്ങനെയാണ് അത് തിരുത്തി കിട്ടേണ്ടത്, അതെല്ലാം കറക്റ്റ് ഒരു സബ്ജക്റ്റ് നിങ്ങൾ തന്നെ എഴുതി മെയിൽ അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ നമ്പർ ഒന്നും ഇല്ലാതെ മെയിൽ അയച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ കൂടെ തന്നെ മാർക്ക് ലിസ്റ്റും കൂടി അറ്റാച്ച് ചെയ്ത് കൂടി അയക്കാൻ വേണ്ടി നോക്കാം. അതുപോലെ ഓരോ കുട്ടികൾക്കും, അതായത് DPharm, ഹെൽത്ത് ഇൻസ്പെക്ടർ, മറ്റ് പാരാമെഡിക്കൽ കോഴ്സസ് നമുക്ക് സെപ്പറേറ്റ് നോക്കാൻ വേണ്ടി സാധിക്കും. അതായത് ഓരോ കാറ്റഗറി ബേസ് ചെയ്തിട്ട് ഇപ്പം ഈഴവയ്ക്ക് എത്രത്തോളം കുട്ടികൾക്ക് റാങ്ക് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, റാങ്ക് ലിസ്റ്റ് ഏതെങ്കിലും കുട്ടികൾക്ക് ഇതിൽ അപ്ലൈ ചെയ്തിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കൊടുത്ത ഡോക്യുമെന്റ്സിന് എന്തൊക്കെയോ തെറ്റുണ്ട്, അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോയിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത കുട്ടികളെ അടുത്ത അലോട്ട്മെന്റുകളിൽ പരിഗണിക്കുകയില്ല. നിങ്ങൾക്ക് മുന്നോട്ട് ഈ ഒരു ഡിപ്ലോമ കോഴ്സുമായിട്ട് ഈ വർഷം മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കറക്ഷൻ ചെയ്യാനുള്ള സമയം നമുക്ക് തന്നിരുന്നു, ആ ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് വന്നത് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും കറക്ഷൻസ് മാർക്കിനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയച്ച് അത് തിരുത്താൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം, മെയിൻ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷവും ചില കുട്ടികൾ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ട് ഓൾറെഡി മെയിൽ അയച്ചിട്ടുണ്ട്. അത് തിരുത്തി കഴിയുമ്പോൾ ഏകദേശം റാങ്കുകൾ മാറി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആർക്കെങ്കിലും മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. അതുപോലെ തന്നെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിലും മെയിൻ റാങ്ക് ലിസ്റ്റിലും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കമന്റ് സെക്ഷനിൽ പറയുക. സൈറ്റിൽ തന്നെ സൈഡിലായിട്ട് 3 ലൈൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടായിരുന്നു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിന്റെ സമയത്ത് വന്നിട്ടുള്ളത്. ഇവിടെ റാങ്ക് ലിസ്റ്റ് എന്ന് മാത്രമേ കാണിക്കുകയുള്ളൂ. അത് മെയിൻ റാങ്ക് ലിസ്റ്റ് ആണ്. ഓൾറെഡി നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് മെയിൻ റാങ്ക് ലിസ്റ്റ് എന്ന രീതിയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് പല കുട്ടികളും മെയിൻ റാങ്ക് ലിസ്റ്റ് വന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. നിങ്ങൾ എല്ലാവരും നോട്ടിഫിക്കേഷൻസ് നോക്കാറുണ്ടാകും, പക്ഷേ അകത്ത് അലോട്ട്മെന്റ് ലിസ്റ്റ് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ചില കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ റാങ്ക് ലിസ്റ്റും കൂടി ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പൊ ഞാൻ DHA ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസ് സ്റ്റേറ്റ് മെറിറ്റ് സെലക്ട് ചെയ്തിട്ട് ഷോ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റിൽ എത്രത്തോളം കുട്ടികളെ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇത് റാങ്ക് ലിസ്റ്റ് മാത്രമാണ്. ഈ റാങ്ക് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റുകൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം, ഇനി നമുക്ക് വരാൻ പോകുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ടൈം ആയിരിക്കും. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ടപ്പെട്ട കോഴ്സസ് മാത്രം വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇഷ്ടമില്ലാത്ത കോളേജസ് വെച്ച് കഴിഞ്ഞ് അവിടെ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി നോക്കാട്ടോ. അതുപോലെ തന്നെ ഡിപ്ലോമയുടെ ഓരോ കോഴ്സിനും എത്രത്തോളം ഫീസ് സ്ട്രക്ചർ ആണ് വരുന്നത് എന്നതൊക്കെ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് ചെന്ന് കണ്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിൽ തന്നെ പ്രോസ്പെക്ടസിലും ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് വെയിറ്റ് ചെയ്യുന്ന നല്ല മാർക്കുള്ള സ്റ്റുഡൻസ് ഉറപ്പായിട്ടും ഫീസൊക്കെ റെഡിയാക്കി വെക്കാൻ വേണ്ടി നോക്കുക. പല കുട്ടികൾക്കും BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസിനൊക്കെ അലോട്ട്മെന്റ് കിട്ടിയതിന് ശേഷം ക്യാഷ് ടൈമിന് അടയ്ക്കാൻ പറ്റാത്തത് കാരണം അഡ്മിഷൻസ് ക്യാൻസൽ ആയി പോയ കുട്ടികളുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളോട് എടുത്തു പറയുന്നത്. നമുക്ക് കമന്റ് സെക്ഷനിൽ പല കുട്ടികളും കമന്റ് ചെയ്യുന്നതാണ്. പല കാര്യങ്ങളായിട്ട് ക്യാഷിന്റെ പ്രശ്നം കാരണം അലോട്ട്മെന്റ് കിട്ടിയിട്ട് പഠിക്കാൻ പറ്റാതെ, അഡ്മിഷൻ എടുക്കാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ അലോട്ട്മെന്റ് കിട്ടുന്ന കുട്ടികൾ ക്യാഷൊക്കെ റെഡിയാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഒറിജിനൽ ഡോക്യുമെന്റ്സിന്റെ എല്ലാത്തിന്റെയും കോപ്പി എടുത്ത് വെക്കുക. അതൊക്കെ നിങ്ങൾ ഗസറ്റ് ഓഫീസറിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് വെക്കാനും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ.
അതുപോലെ തന്നെ പല കുട്ടികളും കമന്റ് സെക്ഷനിൽ വന്ന് പറയുന്നതാണ്, പേഴ്സണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ്, ഒരുപാട് ട്രാവൽ ചെയ്ത ഛർദില്, അതുപോലെ തലവേദന, അതുപോലെ തലകറക്കം, അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളുണ്ട്. മൈഗ്രെയിൻ വരുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒക്കെ നിങ്ങളുടെ ഹെൽത്ത് കൂടി നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അതായത് ഒത്തിരി ദൂരെയുള്ള ഒരു കോളേജ് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി അവിടെ പോകണം. മുന്നോട്ട് നിങ്ങളുടെ പഠനം മൊത്തവും അത്രയും ദൂരെയുള്ള കോളേജിൽ തന്നെയാണ്. അങ്ങനെ ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയുള്ള കുട്ടികളൊക്കെ നിങ്ങളുടേതായ ഒരു എക്സെപ്ഷൻസ് ഒക്കെ മനസ്സിലാക്കി വേണം മുന്നോട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കാനായിട്ട്. കാരണം പല കുട്ടികളും അതൊന്നും നോക്കില്ല, നോർമലി കൊടുക്കുന്ന പോലെ അങ്ങ് കൊടുക്കാനാണ് പതിവ്. അങ്ങനെ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് തന്നെ പ്രയോറിറ്റി ചെയ്ത് വെക്കാം. ഫോർ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ, ആ കുട്ടി ട്രിവാൻഡ്രത്തുള്ള കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ, ആ കുട്ടിക്ക് ആദ്യത്തെ ആഗ്രഹം അനന്തപുരി ഹോസ്പിറ്റൽ ആണെങ്കിൽ അത് ഫസ്റ്റ് പ്രയോറിറ്റി വെക്കാം. എന്നിട്ട് അനന്തപുരി ഹോസ്പിറ്റലിൽ തന്നെ വേറെ കോഴ്സ് വെക്കുന്നതിന് പകരം കിംസിൽ അടുത്ത കോഴ്സ് വെക്കാം. അത് കഴിഞ്ഞ് ഗോകുലത്തിൽ കോഴ്സ് വെക്കാം. ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഏതാണോ ആ കോഴ്സ് ആ ഒരു ജില്ലയിൽ ഏതൊക്കെ കോളേജിലുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ആദ്യം വെക്കാം. അതിനുശേഷം അടുത്ത ഏത് ജില്ലയിൽ വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിച്ച് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാം. ആ ചെയ്യുന്ന സമയത്ത് ഇന്ന കോളേജിൽ കിട്ടിയാൽ എനിക്ക് ഇത്ര സമയത്തിന് മുന്നേ ആയിട്ട് പോയി അഡ്മിഷൻ എടുക്കാൻ പറ്റും, അതിനുള്ള കാശ് എൻ്റെ കയ്യിലുണ്ട് എന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാകണം. കാരണം ഇത്രയും എടുത്തു പറയുന്നത് പല കുട്ടികൾക്കും ഇപ്പോൾ കഴിഞ്ഞ പല അലോട്ട്മെന്റുകളായിട്ട് BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ ഡിഗ്രിയിലൊക്കെ കിട്ടിയിട്ട് ക്യാഷിന്റെ പ്രോബ്ലം, അതുപോലെ ഒരുപാട് ദൂരെയാണ് എന്ന് പറഞ്ഞ് അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളുണ്ട്. നമ്മൾ അതൊക്കെ ഓൾറെഡി ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് പറഞ്ഞതാണ്. ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ മാത്രം നിങ്ങൾ വെക്കുക. നിങ്ങളുടെ എക്സെപ്ഷൻസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ പരിമിതികൾ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പൊ വന്നിരിക്കുന്ന മെയിൻ റാങ്ക് ലിസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം മെയിൽ അയക്കുക. അല്ലാത്ത കുട്ടികൾ നെക്സ്റ്റ് ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അടുത്ത് നമ്മുടെ സൈറ്റിൽ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എത്രയാണ്, കാറ്റഗറി റാങ്ക് എത്രയാണ് എന്നതുള്ളതൊക്കെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ചാൻസ് ഉള്ളത് എന്നത് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് LBS പാരാമെഡിക്കൽ ഡിപ്ലോമ സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ ആർക്കൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്, അതുപോലെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സസ് ഗവൺമെന്റ് സീറ്റ് ആർക്കൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതുകൂടെ ചെന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് ഇതുമായിട്ട് വെയിറ്റ് ചെയ്ത് പോകാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഹൈപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അപ്ഡേഷൻസ് കറക്റ്റ് ടൈമിന് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.